Hello guys, welcome to another vlog of Call Me Flash. നിങ്ങൾ വിചാരിക്കുകയും ഞാൻ എന്താണ് ഈ സ്റ്റെപ്പ് കയറി പോകുന്നതെന്ന്. ഇതൊരു വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഞാൻ വിചാരിച്ചാൽ അവിടെ പോയി ഒന്ന് കുറച്ച് നേരം സംസാരിക്കാം. ഇന്നൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് ഞാൻ, ലൈക്ക് ഹൗ മൈ യൂട്യൂബ് ജേർണി സ്റ്റാർട്ടഡ് എന്നുള്ള രീതിയിൽ, ലൈക്ക് ഒരു റീക്യാപ്പ് പോലെ. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നിങ്ങളായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ അധികം. ഇങ്ങനെ സംസാരിച്ച് പതുക്കെ ഒരു പ്രാക്ടീസ് ആവാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഗൈസ്. കുറച്ച് റിസ്ക് പിടിച്ച പടികയറ്റമാണ്, എന്നാലും കുഴപ്പമില്ല, കയറാം. കയറി നമ്മളെവിടെ എത്തിയെന്ന് കാണണോ ഗൈസ്? ഇവിടെയാണ് നമ്മുടെ ദിസ് ഈസ് ദ പ്ലേസ് ഞാൻ പറഞ്ഞ. എനിക്ക് ഇവിടെ വരുമ്പോൾ ഗൈസ് ഞാൻ കൊച്ചിയുടെ ഏറ്റവും മണ്ടേ നിൽക്കുന്നൊരു ഫീലിംഗാണ്. ലൈക്ക് നമ്മുടെ ഹെലിപ്പാഡാണ്, ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും. ലൈക്ക് സമാധാനം വേണ്ടി വരുന്ന സിറ്റുവേഷനിൽ. ഹെലികോപ്റ്ററൊന്നും ലാൻഡ് ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷേ അടിപൊളിയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമല്ലേ ഗൈസ്. അങ്ങനെ കിതയ്ക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. ഒരു 19 പടി കയറി വന്നതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ് ഗൈസ്. വ്യൂ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ആയിട്ട് അങ്ങനെ ചെരുപ്പ് വച്ച സീനാണ്, അതാണ് തെന്നുന്നത്. ഓക്കെ, ഇതാണ് ഗോൾഡൻ അവർ ആൻഡ് എൻ്റെ സൺസെറ്റ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. രസമുണ്ടല്ലേ? ഓക്കെ, അപ്പം ഞാനിവിടെ നിങ്ങളെ കൊണ്ടുവന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എവിടെ വെച്ച് കഴിക്കും എന്നുള്ളതൊന്നൊരു പിടിയില്ല. വീട്ടിലുണ്ടാക്കിയതാണ് കേസ്, വലിയ ഫാൻസി സംഭവമൊന്നുമല്ല, ആരും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇതെങ്ങനെ വെച്ച് കഴിക്കും, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് തറയെ വെച്ചിട്ട് ഈ സാധനം എടുക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പേ പറഞ്ഞല്ലോ ഒരു സാധനം കാണിച്ചു തരാമെന്നുള്ളത്. അതായത് വീട്ടിൽ ഇന്ന് ഉമ്മ അരിയുണ്ടുണ്ടാക്കി കാണിച്ചത്. സി ദിസ് വൺ. ഈ 4 എണ്ണം ഞാൻ ബാക്കി രക്ഷപ്പെടുത്തിയെടുത്തു. ഉമ്മ ഭയങ്കര നല്ല അടിയായിരുന്നു, ഫുഡടി. അപ്പം ഞാൻ വിചാരിച്ച് ഇത് എന്തിനുണ്ടാക്കി എന്നുള്ളത് ചോദിച്ചപ്പം ഉമ്മ പറഞ്ഞ കേസ് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. വെയിറ്റ്, ക്യാമറ ആംഗിളൊക്കെ ഷോ. അതിന് മുമ്പ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേസ്, എന്നിട്ട് ഞാൻ പറയാം. അരിയുണ്ട ആൻഡ് ദാറ്റ് വ്യൂ, നിങ്ങൾ പറയൂ ഗൈസ്. നൊസ്റ്റാൾജിക് സാധനം. ഞാനൊക്കെ കൊച്ചിയിൽ എത്ര കയ്യും കണക്കും ഇല്ല കഴിച്ചതിന്. പിന്നെ സംസാരിക്കാൻ കോപ്പ്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പം കൊച്ചിയിൽ ഇത് കഴിച്ചതിന് കയ്യും കണക്കുമില്ല. അപ്പം ഇത് കഴിച്ചപ്പോൾ എൻ്റെ അമ്മോ, നമ്മളിനി എത്രയൊക്കെ ഫാൻസി സാധനങ്ങൾ കഴിച്ചാലും ഉണ്ടല്ലോ ഗൈസ്, നമ്മളെ നാട്ടിലെ ചില സാധനങ്ങൾ നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഈ ഒരു സാധനം ഒരു കടി അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റ് വിൽ ടേക്ക് us ബാക്ക് ടു അവർ ചൈൽഡ്ഹുഡ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മ ഉമ്മയുടെ ഉമ്മ, നമ്മൾ ഉമ്മച്ചാന്നാണ് വിളിക്കുന്നത്, ആ പുള്ളിക്കാരിയെ സ്വപ്നം കണ്ടെന്ന് തന്നെ. അതായത് പുള്ളിക്കാരി ഇരുന്ന് ഈ സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അരിയുണ്ട കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടെന്നാണ്. അപ്പോൾ ബേസിക്കലി ഉമ്മ ഇങ്ങനെ ഉമ്മച്ചാടെ കാര്യം പറഞ്ഞപ്പം എനിക്കും കുറേ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വന്നു കേസ്. അത് എൻ്റെ കൊച്ചിലെ മുതൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം തന്നെ, ഈ കാണാൻ കൊള്ളാവുന്ന പിള്ളേരായിരിക്കും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. എന്നാൽ ഈ ഡാർക്ക് ഹോഴ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ നമ്മൾ കുടുംബത്തിലുള്ള കുറച്ച് ഗ്ലാമർ കുറഞ്ഞ പിള്ളേരെയൊക്കെ കുറച്ചങ്ങ് തഴഞ്ഞിടും. ഒരാൾ ഞാനാണ്. അങ്ങനെ അധികം അപ്പോൾ എനിക്ക് അങ്ങനെ അധികം അറ്റൻഷനോ അങ്ങനെ ഒരു പാമ്പറിങ് സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ ഒരു മെമ്മറീസിൽ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു കെയറും കൺസേണും കിട്ടുന്നത് ഞാൻ നാട്ടിൽ നിന്ന് മാറി ട്രിവാൻഡ്രത്ത് എൻ്റെ അമ്മൂമ്മയുടെ അവിടെ, എൻ്റെ ഉമ്മച്ചാരെ അവിടെ പോയപ്പോഴാണ്. അതായത് എനിക്ക് ഈ ഹഗ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൻ്റെയൊക്കെ ഒരു മെമ്മറി എന്നൊക്കെ തോന്നണമെങ്കിൽ അത് പുള്ളിക്കാരിയുടേതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ
എനിക്ക് തോന്നുന്നില്ല എന്നെയൊക്കെ ആരെങ്കിലും അങ്ങനെ ഹഗ് ചെയ്ത് പാമ്പർ ചെയ്ത് വളർത്തി ആ ഒരു ഓർമ്മയൊന്നും എനിക്കില്ല. ബേസിക്കലി പുള്ളിക്കാരിയുടെ പേര് കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ആ കെയർ കൺസേൺ പാമ്പറിങ് ലവ് എല്ലാം ഇങ്ങനെ ചാടി വരും. അപ്പോൾ ഈ ഹരിയുണ്ട ഉണ്ടാക്കിയതോടുകൂടി എനിക്ക് ആ പഴയ മെമ്മറീസിലോട്ട് എനിക്ക് അങ്ങോട്ട് ഓടിച്ചാടി അങ്ങ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ലൈക്ക് നിങ്ങളടുത്തും പറയണമെന്നുള്ളത്, ലൈക്ക് ചിലപ്പം ഭാഗ്യക്കേടിന് അവരെ വീട്ടിൽ ചിലപ്പോൾ വല്ല കുരുത്തക്കേടുള്ള കൊച്ചാണ്, കാണാൻ കുറച്ചിത്തിരി നിറം കുറഞ്ഞ കൊച്ചാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവർക്ക് ഒരു ചെറിയൊരു പക്ഷാഭേദം കാണിക്കൽ എന്നുള്ള സാധനം അതുണ്ട്. അത് ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ട്. നമ്മളെ നാട്ടിൽ അത് ഭയങ്കരമായിട്ട് പ്രിവലൻ്റ് ആണ്. ഇപ്പോഴത്തെ കേസ് എനിക്ക് അറിഞ്ഞൂടാ, പണ്ടൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വകഭേദം കാണിക്കരുത് പിള്ളേരുടെ അടുത്ത്, മനസ്സിലായല്ലോ കേസ്. ചാനലുള്ളത് കൊണ്ട് ഞാൻ പറയണം, ആൾക്കാർക്ക് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ഇപ്പോൾ ഒരുപാട് ലൈക്ക് ആ ഒരു ഇതിലുണ്ടെങ്കിൽ ഒരു ഡിഫറൻസ് കാണിക്കരുത്. എല്ലാവർക്കും ഈ തുല്യമായിട്ടുള്ള സ്നേഹം, തുല്യമായിട്ടുള്ള പാമ്പറിങ്, മാത്രമല്ല ഈ ലവ് എന്ന് പറയുന്ന സാധനം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. അത് വീട്ടുകാരായാലും ശരി, ബന്ധുക്കളായാലും ശരി, ആരായാലും ശരി, ഒരുമാതിരി കുറ്റം പറയാൻ വേണ്ടി മാത്രം വാതിറക്കുന്ന കുറേ ലൈക്ക് ബന്ധുക്കളും സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിലും നമ്മളെ വീട്ടിലും ഒക്കെ ഉണ്ട്. കുറ്റം പറയണത് എളുപ്പമാണ് ഗൈസ്, പക്ഷേ ഒരാളെ സ്നേഹിച്ച് അവർക്ക് ആ ഒരു ഫീലിംഗ് ഓഫ് ലവ്ഡ് എന്ന ആ ഒരു സംഭവം ഉണ്ടാക്കാൻ നല്ല പാടാണ്. അപ്പം ഞാൻ പറയുന്നത് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് എക്സ്പ്രസീവ് ആവാൻ നോക്കണം. പിള്ളേരെ വളർത്തുന്നതിലായാലും നമ്മളെ കൂടെയുള്ള ആൾക്കാരെ സ്നേഹിക്കുന്നതിലായാലും ട്രൈ ടു എക്സ്പ്രസ് മോർ. അത് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചെറുതിലേ പോലെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. വലുതാകുമ്പോഴും നമ്മൾ ഇതേപോലെ നമ്മൾ വന്നിരുന്ന് പറയുന്ന പോലെ പറയേണ്ടി വരില്ല, നമുക്കിത് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ. സോ ബേസിക്കലി ഞാൻ പറയുന്നത് എല്ലാവരും സ്നേഹിക്കുക. പിള്ളേരെ ലൈക്ക് ഒരു സ്നേഹിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു അരിയുണ്ട കഴിച്ചപ്പോൾ പുള്ളിക്കാരി ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ലൈക്ക് എൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ്സ് മൊത്തം എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് എൻ്റെ അമ്മച്ച ഇങ്ങനെ ആ ഒരു രീതിയിൽ എന്നെ കൊണ്ട് നടന്ന് വളർത്തി. ഭയങ്കര കെയറിങ്ങാണ്, ഇതൊരു രക്ഷയില്ലാത്ത കെയറിങ്ങാണ്, പറയാൻ പറ്റില്ല. എൻ്റെ വെയിറ്റൊക്കെ കൂട്ടിയത് എൻ്റെ പുള്ളിക്കാരിയാണ്. നല്ല രീതിയിൽ ഫുഡൊക്കെ തീറ്റിച്ച് വേണം നമ്മളെ ലൈഫിൽ നമുക്കൊരു ഒരുപാട് ബാഡ് മെമ്മറീസിൽ ഒരു നല്ല മെമ്മറി ആയിട്ട് ഇരിക്കാനായിട്ട് ഒരാൾ എന്തായാലും വേണം. അപ്പോൾ അതെനിക്ക് എൻ്റെ അമ്മച്ചാണ്. പുള്ളിക്കാരി മരിച്ചപ്പോൾ എനിക്ക് നല്ല വിഷമം വന്നു. ലൈക്ക് ബിക്കോസ് എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ഞാൻ കുറച്ചെങ്കിലും കരഞ്ഞത്. ഒരാൾ നഷ്ടപ്പെടുമ്പം കരഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരൊറ്റ സമയത്താണ്. പക്ഷെ അത് എനിക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ആ കരച്ചിൽ വന്നു. എൻ്റെ എന്താ പറയുമല്ലോ, ഇറ്റ് വാസ് വെരി മച്ച് അണ്ടർസ്റ്റുഡ്. എനിക്ക് അപ്പം മനസ്സിലായി എനിക്ക് എന്താണ് നഷ്ടപ്പെടുന്നതെന്നുള്ളത്. അപ്പം അത് ജസ്റ്റ് എനിക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ലൈക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാർ, ലൈക്ക് ഇനി അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ബി മോർ കമ്പാഷനേറ്റ് ഗൈസ്. എല്ലായിടത്തും കുറേ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്, പല ആൾക്കാരും പല മെസ്സേജും അയക്കുന്നുണ്ട്. എല്ലായിടത്തും ഞാൻ നോക്കുമ്പോൾ പ്രശ്നം ഇതാണ്, പലർക്കും ഈ ലവ് കിട്ടുന്നില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഒന്നെങ്കിൽ അവരുടെ ലൈക്ക് പാർട്ട്ണറായിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ വീട്ടുകാരായിരിക്കും. ഇപ്പം ഞാൻ പറയുന്നത് ഗൈസ്, ഇത് ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ട്രൈ ടു ബി എ ബിറ്റ് മോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്പാഷനേറ്റ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ മസിൽ പിടിച്ചൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല ഗൈസ്. നമ്മൾ ഭയങ്കര തഗ്ഗായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ആകെ ഒരു ലൈഫേ ഉള്ളൂ. ഈ തഗ്ഗും മറ്റേ മുടയും ഇതൊക്കെ കാണിച്ചിട്ട് ആർക്കും ഒന്നും നേടാനുമില്ല. നമ്മൾ ആരടുത്ത് പ്രൂവ് ചെയ്യണമെന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ ഒരു വീട്ടിലുള്ളവരെ നമ്മളെടുത്തിട്ട് വലിയ ഷോ കാണിക്കുന്നത്, അല്ലെങ്കിൽ വല്ല അടിക്കണം ഇടിക്കണം അങ്ങനത്തെയൊക്കെ വലിയ നമ്മളെന്തോ കാണിക്കുമല്ലോ, അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിക്കുന്നതിടത്തും കൂടെയാണ് ഞാൻ പറയുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷം കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അത് കുറ്റബോധമായിട്ട് തോന്നും. ഞാൻ ഇത്രയും ആൾക്കാരെ ഹേർട്ട് ചെയ്തല്ലോ, ഞാൻ കാരണം ഇത്രയും ആൾക്കാർക്ക് വിഷമം വന്നല്ലോ എന്ന് ഇപ്പോൾ തോന്നില്ല. പക്ഷെ ഒരു സമയത്ത് നിങ്ങൾക്കത് തോന്നും. പ്രായമാവും തോറും മെച്യൂരിറ്റി കൂടിയില്ലെങ്കിൽ ജീവിതം നിങ്ങളെ പഠിപ്പിക്കും ആ ഒരു സാധനം. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു കാലം ആവണതിന് മുമ്പേ തന്നെ മാറുക ഗൈസ്. എല്ലാവരെയും സ്നേഹത്തോടെ കാണുക, അവരോടത്ത് സ്നേഹത്തോടെ പെരുമാറുക, ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം പല ന്യൂസും കാണാറുണ്ട്, ഇങ്ങനെ ആൾക്കാർ വയലൻ്റ് ആവുന്നു, ബാക്കിയുള്ള കഷ്ടപ്പാടുകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കഷ്ടപ്പാടെന്ന് വന്നിട്ട് ഒരാളെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കുക അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഞാൻ ഒരു അഭ്യർത്ഥനയായിട്ട് കണ്ടാൽ മതി ഗൈസ്. കഷ്ടപ്പാടിൽ കൂടെ ഒരുമിച്ച് പോകുക. എനിക്ക് എൻ്റെ സഹോദരങ്ങളുണ്ടായിരുന്നു. ഈ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും
അതിൽ കൂടെ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തോടെ നയിക്കാനായിട്ട് എനിക്ക് എൻ്റെ സഹോദരങ്ങൾ ഉണ്ടായെന്നുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. അപ്പം അതേപോലെ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അങ്ങനെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക, ലൈക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു ആങ്കറിങ് പോയിന്റ് ഉണ്ടാക്കിയെടുക്കുക. പതുക്കെ ജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെ ചിലരൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതങ്ങ് വിടും, ലൈക്ക് മതി എല്ലാ കഷ്ടപ്പാട്, ഇനിയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല, ആ രീതിയിലൊന്നും ചിന്തിക്കരുത്. നമ്മളും അതിൻ്റെയൊക്കെ അപ്പുറത്തെ ആ ഒരു പോയിന്റിൽ നിന്നാണ് കടന്നു വന്നത്. ഇപ്പോഴും വലിയതായിട്ട് അങ്ങ് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങ് മറ്റേ എല്ലാം തികഞ്ഞ ഒരാളാണെന്നുള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല ചിലരൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നും, അതായത് കഷ്ടപ്പാടുകളിൽ കൂടി നമ്മൾ എന്താ പറയുമല്ലോ നീന്തി കയറി വന്നു കഴിഞ്ഞാൽ ഗൈസ്, പിന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ എന്ത് തടസ്സം വന്നു കഴിഞ്ഞാലും നമ്മളതിനെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, മനസ്സിലായില്ലേ? അപ്പം പ്രതീക്ഷ കൈവിടരുത് ഗൈസ്. ലൈക്ക് ഇതൊരു മറ്റേ താത്വിക ചിന്തയായിട്ടൊന്നും കണക്കാക്കരുത്. ഞാൻ എൻ്റെ ഇതിൽ ഞാൻ പറയണം, ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ കൂടെ ചിന്തിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ അതിനെ ഇരുന്ന് ചിന്തിച്ച് വലുതാക്കി അത് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കരുത്, മനസ്സിലായില്ലേ? മാക്സിമം സൊല്യൂഷന് വേണ്ടി നോക്കുക. സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ഒന്നുമില്ല കേസ് ഇന്ന് നമ്മുടെ നാട്ടിൽ. അല്ലാതെ ആരെയും പിടിച്ച് കൊല്ലത്തൊന്നുമില്ല. എന്തെങ്കിലും നമ്മളൊരു കഷ്ടകാലത്തിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ആരും വന്ന് നമ്മളെ തിന്നത്തില്ല. നമുക്ക് അതിനൊക്കെ വളരെ പ്രതിവിധികളുണ്ട്. നമ്മളെ നിയമ സിസ്റ്റത്തിലായാലും എല്ലാത്തിലും നമുക്ക് അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണും, കുറച്ചെങ്കിലും സമാധാനവും ശാന്തിയും കിട്ടാനായിട്ട്. അതുകൊണ്ട് ആരും പേടിക്കരുത് കേസ്, ജീവിതം നല്ല ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ ഞാൻ പറയുന്നതുള്ള നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കമ്പാഷനേറ്റ് ആവുക. അപ്പോൾ സഹായിക്കാൻ പറ്റുന്നവരെ നമ്മൾ സഹായിക്കുക. അതായത് നമ്മളെ കഴിവിൽ നമുക്ക് ഉള്ള കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് സഹായിക്കുക, മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് പറ്റാത്ത കാര്യം നിങ്ങൾ പോയി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ചെറിയ സഹായം ആയാൽ പോലും ആ ആൾക്കത് ഭയങ്കര വലിയൊരു സംഭവമാണ് ഗൈസ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും എണ്ണി പറയുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അത് വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നില്ല, പക്ഷെ ആ ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും ആൾക്കാരുടെ സന്തോഷം കാണുമ്പോൾ മനസ്സിലാക്കുക, നമുക്ക് ചെറുതെന്ന് തോന്നുന്നത് വേറൊരാൾക്ക് ഭയങ്കര വലുതായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സാധനം നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി ദിവസവും, എന്തെങ്കിലും പറ്റുന്ന പോലെ. അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഗൈസ്. ഇപ്പം എനിക്ക് എന്നെ വ്ളോഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കാർത്തിക്കാണ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്, മനസ്സിലായില്ലേ? ലൈക്ക് ഞാൻ ഇത്രയും മടി പിടിച്ച് ഇങ്ങനെ നിന്ന് സ്വന്തമായിട്ട് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ, ആൾക്കാരത്തൊക്കെ ഞാൻ സംസാരിക്കും ഗൈസ്. എനിക്ക് ക്ലോസ് ആയിട്ടുള്ളവരത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം എനിക്ക് ആ മനസ്സിൽ ആ ഒരു സംഭവമുണ്ട്. ബിക്കോസ് കൊച്ചിലേ മുതലേ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാമല്ലോ വലിയൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു കുട്ടിയല്ല ഞാൻ. ജനിച്ച സമയം മുതലേ എല്ലാവരെയും നിന്നും തല്ലും വാങ്ങിച്ച് സ്കൂളിൽ നിന്നായാലും ചീത്തപ്പേരും മൊത്തം പഠിക്കാത്തതും ഇല്ലാത്തതൊന്നുമില്ല ഗൈസ്. എല്ലാ രീതിയിലും ആൾക്കാരെടുത്തിട്ട് ചെണ്ട പോലെ അടിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ, മനസ്സിലായില്ലേ? അപ്പം ടീച്ചർമാർക്കായാലും വീട്ടുകാർക്കായാലും അങ്ങനെ വലിയ ബഹുമാനമോ വലിയ സ്നേഹമോ ഒന്നും എൻ്റെ അടുത്ത് പണ്ടും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയുന്ന അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം നമുക്ക് ഈ ഒരു ക്യാമറയിൽ വരാനോ നമ്മൾ സ്വന്തമായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ അറിയാമെന്നുള്ളൊരു നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളൊരു തോന്നലിൽ ജീവിച്ചവർ നമ്മളെങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് വരും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചുറ്റും കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾക്കാരുള്ളപ്പം ഇപ്പോൾ കാർത്തികിന് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, ഷാസിൻ്റെ കമ്പനി ആയിരിക്കാം, പക്ഷേ ഷാസ് പറഞ്ഞിട്ടും ഉണ്ടാവും പക്ഷേ എന്നാലും അവൻ ഇത്രയും ബിസിയാണ്, അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അവന് വന്ന് വേറൊരുത്തൻ്റെ വ്ളോഗ് ശരിയാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അവനെ വാ തുറന്ന് സംസാരിപ്പിക്കാനോ ഒരു കാര്യമില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സാണ്. വേറൊരാൾ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ അവന് ഇത്രയും കഴിവുണ്ട്, കഴിവ് വെച്ചിട്ട് അവൻ മിണ്ടാതിരിക്കുകയാണെന്നുള്ളൊരു തോന്നലോ എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു സംഭവം അവൻ്റെ മനസ്സിൽ തോന്നിയിട്ടായിരിക്കും അവൻ ചെയ്തത്. അതിനെനിക്ക് അവനോട് വലിയ ഒരു നന്ദിയുണ്ട്. ബിക്കോസ് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യൂലായിരുന്നു. ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുക. ഞാൻ ചുമ്മാ ഒരെണ്ണം തുടങ്ങി, എനിക്ക് ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു വ്ളോഗർ എന്നുള്ള നിലയിൽ ഒരു സ്റ്റെപ്പെങ്കിലും എടുത്തിട്ടുള്ളത്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറും അവനുമാണ് കാരണം, കാർത്തികുമാണ് കാരണം. അപ്പം നമ്മളിൽ കുറച്ച് വിശ്വാസം കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പം എനിക്കിങ്ങനെ ആൾക്കാർ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരും ഗൈസ്, നിങ്ങൾക്കും ആരെങ്കിലും വരും. ഇപ്പം ആരും ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കും, ഞാനെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു
അങ്ങനെ ആൾക്കാർ പുഷ് ചെയ്യാൻ ഉണ്ടാവുന്നതും ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ സ്വയം പുഷ് ചെയ്യുക ഗൈസ്. ഇപ്പം എനിക്കത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ പുഷ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അത്ര വലിയ മോശം ആളല്ല. എനിക്ക് കിട്ടുന്ന, ഞാൻ അതിനോട് വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇതിൻ്റെ മണ്ടേ കയറി വന്നത്, ഞാൻ മറന്നുപോയി. ഷിറ്റ് ഗൈസ്, 35,000 ഫോളോവേഴ്സ്, 35,000 ഫോളോവേഴ്സായി. അതിൽ എനിക്ക് ഉള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് സത്യം പറഞ്ഞാൽ 35,000 എന്ന് പറഞ്ഞാൽ എനിക്കൊരു 35 മില്യണിൻ്റെ വാല്യൂ ഉണ്ട്, മനസ്സിലായില്ലേ? അതായത് ഒരു എന്തോ പറയുക, ഞാൻ വിചാരിച്ചിട്ടില്ല ഇതൊക്കെ നടക്കുമെന്നും ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ നമ്മളെത്തും എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് ഗൈസ്, ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, എനിക്കിതിപ്പം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആർക്കും പറ്റും, മനസ്സിലായല്ലേ? അതായത് മടിയും പേടിയും ചമ്മലും ഒക്കെ ഉണ്ട് എനിക്ക്. ലൈക്ക് എല്ലാ സാധാരണ മനുഷ്യരെ പോലെ എനിക്കുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഗൈസ്. അത് ഞാൻ പറയുന്നത് തന്നെ, എനിക്ക് ചിലർ മെസ്സേജ് അയച്ചായിരുന്നു, അവരും വയസ്സായി എന്നുള്ളൊരു ബോധം ഉണ്ട്, അവർ ചാനൽ തുടങ്ങിയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് തോന്നി, അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അത് കേട്ടപ്പോഴും എനിക്ക് സന്തോഷമായി. അറ്റ്ലീസ്റ്റ് ഒരു സബ്സ്ക്രൈബറെങ്കിൽ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതിലുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. ലൈക്ക് ഒന്നും അല്ല എന്ന ആൾക്കാരെ എഴുതി തള്ളിക്കൊണ്ടിരുന്ന ഒരാൾ വേറൊരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഗൈസ് ഭയങ്കരമായിട്ട് സന്തോഷം വിഷമം എല്ലാം വന്നു. എന്തായാലും ഗൈസ് എനിക്കത് മഴ പെയ്യുന്ന കാണിച്ചു തരാം, നോക്കിയേ, അടിപൊളിയല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയല്ലേ, ഈ മഴ പോലെ തന്നെയാണ് ഗൈസ്. നമ്മളിതിങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഇറക്കുമ്പോൾ പ്രകൃതി തന്നെ നമുക്ക് അതിൻ്റെ സയൻസ് കാണിച്ചു തരും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറയാൻ വന്നത്. എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു താങ്ക്സ് ഉണ്ട്. എനിക്കെൻ്റെ ഏറ്റവും നല്ല മെമ്മറിയാണ് ഇന്ന് സംഭവിച്ചത്. എനിക്ക് എൻ്റെ അമ്മൂമ്മയെ ഓർമ്മ വന്ന് ഇന്ന് 35,000 സംതിങ് ഫോളോവേഴ്സായി. അതിൻ്റെ കൂട്ടത്തിൽ ഗൈസ് എനിക്കെൻ്റെ ഈ മെസ്സേജ് ഇൻബോക്സ് നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. ഇത്രയും കുറ്റം കേട്ട് നടന്ന ഒരു ജീവിതത്തിൽ നിന്ന് ഇത്രയും നല്ല കമൻറ്റ് മാത്രം കാണുമ്പോൾ ഉണ്ടല്ലോ, അതിൽ ഹേറ്റ് കമൻറ്റ്സ് ചിലപ്പോൾ കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയിടത്തോളം വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ അങ്ങനെ ആരും ഹേറ്റ്രെഡ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്നവരടുത്ത് ഞാൻ വളരെ സ്നേഹത്തോടെ മാത്രമേ സംസാരിക്കാറുള്ളൂ ഗൈസ്. ബിക്കോസ് എനിക്കറിയാം അവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. ഈ ദേഷ്യം കാണിക്കുന്നവരടുത്തും ബാക്കിയുള്ളവർക്ക് പോയി ഹേറ്റ് കമൻറ്റ്സ് ഇടുന്നവർക്കും അവർക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാണും ലൈഫിൽ. അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലെങ്കിൽ അവർ വേറൊരാളെ ഹേറ്റ് ചെയ്തില്ല ഗൈസ്, സത്യം പറയാമല്ലോ. അവർ ആ ദേഷ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നതായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക, അല്ലാതെ അവരുടെ കുഴപ്പമല്ല. അങ്ങനെ ഉള്ളവരടുത്തും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അവരെൻ്റെ ഇൻബോക്സിൽ വന്നൊരു ഹേറ്റ് കമൻറ്റെങ്കിലും ഉണ്ടല്ലോ, അത് വലിയ കാര്യമാണ് ഗൈസ്. ഇടുന്നതിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവർ ഓക്കെ ആയിട്ടിരുന്നാൽ മതി, എനിക്ക് ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ മുത്താണ് ഗൈസ്. ഐ കാൺട്ട് താങ്ക് ദം ഇനഫ്. ഞാൻ അടുത്ത മഴ വ്ളോഗ് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഉള്ള കറുത്ത് മരണ്ട് വരുന്നുണ്ട്. നനയണോ പോണോ നിങ്ങൾ തന്നെ പറയുക ഗൈസ്. വീട്ടിൽ കയറട്ടെ, അത് ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നുണ്ട്. നനഞ്ഞിട്ട് ഓടിയാൽ ഞാൻ മിക്കവാറും ചറുക്കടിച്ച് വീഴും. ആരെങ്കിലും മഴ വരുന്നത് കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇത്രയും ക്ലോസ് ആയിട്ട് ആ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. വരുന്നതിന് മുമ്പേ ഒരു അരിയുണ്ടയും കൂടെ കഴിച്ചിട്ട് നമുക്ക് പോവാം ഗൈസ്. വരട്ടെ. ഓക്കെ, ഒഴുകുന്ന മഴ ഗൈസ്. ഞാൻ പോണം, ഞാൻ നനയും. സൂപ്പർ മഴ. അപ്പം ഔട്ടറായിട്ട് ഇത്രേ ഉള്ളൂ ഗൈസ്.
നല്ല മഴ. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് സണ്ണൊക്കെ സെറ്റായി. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ ഔട്ട്രോ ഇതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലിരുത്തി ആലോചിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അത് ചെയ്തെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഒരാൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ചാനൽ തുടങ്ങാനോ ഒരു കാര്യം ചെയ്യാനോ എന്തെങ്കിലും ഒരാൾക്കൊരു പുഷ് വേണമെന്നുണ്ടായിരിക്കും. ആ പുഷ് നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതിൻ്റെ അപ്പുറം നല്ലൊരു കാര്യം വേറെ ഒന്നും ചെയ്യാനില്ല. ഐ എം താങ്ക്ഫുൾ ഫോർ എവറിബഡി ഹൂ പുഷ്ഡ് മീ, ഹൂ സപ്പോർട്ടഡ് മീ ആൻഡ് ലവിങ് മീ ആൻഡ് ഐ ലവ് ദം a million times back. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനിയും വരും, എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും ഗൈസ് എൻ്റെ ചാനലിൽ കൂടെ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. റീച്ചിന് വേണ്ടിയോ ഒന്നിനു വേണ്ടിയോ അല്ല. ഈ ഒരു സ്നേഹം മാത്രമാണ് എനിക്ക് വലുത്. മഴ പെയ്തു തുടങ്ങി, നനഞ്ഞു തുടങ്ങി. ബൈ, ടാറ്റ.